മലയാള ചലച്ചിത്ര അഭിനേതാവും ഗായകനുമാണ് ഉണ്ണികൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ. ിൽ റിലീസായ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ സജീവമായി. 1987 സെപ്റ്റംബർ 22 മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായി തൃശൂരിൽ ജനിച്ചു. ഉണ്ണികൃഷ്ണൻ നായർ എന്നതാണ് ശരിയായ പേര്. കാർത്തിക മുതിർന്ന സഹോദരിയാണ്. പിതാവിന് ജോലി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആയതിനാൽ പഠിച്ചും വളർന്നതുമെല്ലാം ഗുജറാത്തിലായിരുന്നു. 2002 മലയാളം സിനിമയായ നന്ദനത്തിന്റെ തമിഴ് റീമേക്കായ സീതൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദന്റെ സിനിമാ പ്രവേശനം. 2011 റിലീസായ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചു. തുടർന്ന് ബാങ്കോക്ക്, സമ്മർ, തത്സമയം, ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ 2012 റിലീസായ മല്ലു സിംഗ് എന്ന സിനിമയിൽ നായകനായി. മല്ലു സിംഗിന്റെ വലിയ വിജയം ഒത്തിരി സിനിമകളിൽ നായകവേഷം ചെയ്യാൻ ഉണ്ണി മുകുന്ദന് അവസരമൊരുക്കി. ഹരീന്ദർ സിംഗ് 2014 ലാൽ ജോസ് സംവിധാനം ചെയ്ത വിക്രമാദിത്യൻ എന്ന സിനിമയിൽ നായകനായി വേഷമിട്ടു. വിക്രമാദിത്യൻ സിനിമ ജയിച്ചതിനെ തുടർന്ന് ഉണ്ണിയുടെ അഭിനയം നിരൂപക പ്രശംസ നേടി. 2017 റിലീസായ മാസ്റ്റർ പീസ് സിനിമ വിജയിച്ചെങ്കിലും അതിലെ വില്ലൻ വേഷമായ ACP ജോൺ തെക്കൻ IPS ശ്രദ്ധിക്കപ്പെട്ടു. ആ വർഷം തന്നെ ക്ലിന്റ് എന്ന സിനിമയിൽ ക്ലിന്റിന്റെ അച്ഛൻ വേഷമാണ് ഉണ്ണി മുകുന്ദൻ ചെയ്തത്. ഈ കഥാപാത്രത്തിന് മികച്ച നടനുള്ള രാമു കാര്യാട്ട് അവാർഡ് ലഭിച്ചു. തെലുങ്ക് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ജനതാ ഗാരേജ് എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം ചെയ്തുകൊണ്ടായിരുന്നു. 2018 റിലീസായ ബാഗ്മതി എന്ന സിനിമയിൽ അനുഷ്ക ഷെട്ടിയുടെ നായകനായും അഭിനയിച്ചു. 2017 അച്ചായൻസ് എന്ന സിനിമയിൽ അനുരാഗം പുതുമഴ എന്ന ഗാനം ആലപിച്ചു. 2018 ചാണക്യതന്ത്രം എന്ന സിനിമയിൽ ഏതോ വഴിത്താരയിൽ എന്ന ഗാനം ആലപിച്ചു. 2018 തന്നെ കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രത്തിൽ ചാരത്ത് നീ എന്ന ഗാനം ആലപിച്ചു. അദ്ദേഹം ഒരു നടൻ എന്നതിനുപരി ഗായകൻ കൂടിയാണ്. 2017 അച്ചായൻസ് എന്ന സിനിമയിൽ അനുരാഗം പുതുമഴ എന്ന ഗാനം ആലപിച്ചു.